പഞ്ചപാണ്ഡവന്മാരിൽ മൂത്തയാൾ ആരാ? ആ, ധർമ്മപുത്രരായിരുന്നു രാജാവ്. അറിവും വൈഭവവും ആവോളം ഉണ്ടായിരുന്നു. എത്ര സങ്കീർണമായ പ്രശ്നങ്ങളും ബുദ്ധിപരമായി പരിഹരിക്കാൻ ധർമ്മപുത്രർക്ക് സാധിക്കുമായിരുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ ചെയ്യാ? കേറി നോക്കിയാലോ? ആ ചേച്ചി, എന്താ ഇവിടെ? അതാ കേശവൻ കള്ളു കുടിച്ചിട്ട് ഭാര്യയെ തല്ലുന്നതാണെന്നേ സ്ഥിരം പതിവാ. അയ്യോ, എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ഇടപെടാത്തെ? അതവരുടെ കുടുംബകാര്യമല്ലേ. കഷ്ടം, എല്ലാവർക്കും സ്വാർത്ഥത. അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ കാര്യങ്ങൾ ആര് നോക്കും? ഇയാൾ ഇയാളുടെ പണി നോക്കും. അയ്യോ പെങ്ങളെ, എന്താ പെങ്ങളെ ഇത്? പറയാം 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 പറയാം. ഞാൻ ധർമ്മൻ. ഭർത്താവിന് ഇങ്ങനെ തല്ലുന്ന തെറ്റല്ലേ? എന്റെ 2 പവന്റെ മാല കൊണ്ടുപോയിട്ട് ഇതുവരെ തിരിച്ചു തന്നില്ല. ഞാൻ പിന്നെ ഈ മനുഷ്യനെ പൂജിക്കണോ? ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി എന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തവരല്ലേ നമ്മൾ. ഇയാളെ ന്യായീകരിച്ച തന്റെ തലമണ്ടക്കിട്ട് ഞാൻ തരും. സാറ് പൊയ്ക്കോ, ഇവളെന്നെ കൊന്നോട്ടെ. അത് ശരിയല്ല. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ പൊന്നു കിട്ടാതെ ഞാൻ സമ്മതിക്കില്ല. എന്താ പെങ്ങളെ, എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? എന്റെ പൊന്ന് നിങ്ങൾ എടുത്തു തരുമോ? അത് പിന്നെ ഇയാളെ ഞാൻ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്റെ പൊന്നെ എടുത്തു തരാൻ പറ്റുമോ? പേടിക്കണ്ട. ഒരു വിഷയത്തിൽ ഇടപെട്ട അത് പരിഹരിക്കണമെന്ന് എനിക്ക് വാശിയ. നാളെ രാവിലെ കോവിലകത്ത് കുഞ്ചിയമ്മയുടെ വീട്ടിൽ വന്നാൽ മതി. നിങ്ങളുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം. രണ്ടാമത്തവൻ ഭീമൻ. കൂട്ടത്തിൽ ഏറ്റവും ബലിഷ്ഠനായിരുന്നു ഭീമൻ. ആനയുടെ കരുത്തുള്ള ഭീമനെ ഗദായുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. അതുപോലെ തീറ്റയിലും. മതി, നിർത്തിക്കോ. ഇട്ടല്ലേ തീർന്നു. തീർന്നു? ആ, താൻ ജയിച്ചു. ജയിച്ചാ? ആ
കാശ്. ഇതെന്താ? ഇല്ല, ഞാൻ മത്സരാർത്ഥിയാ. കമ്മിറ്റിക്കാരല്ലേ കാശ് തരേണ്ടത്? അവര് 100 ഇഡലിയാ പറഞ്ഞത്. ബാക്കി മുഴുവൻ താനല്ലേ വാങ്ങിച്ച് തേമ്പിയത്. നിന്റെ തീറ്റ കണ്ടപ്പോ ആദ്യം മുങ്ങിയത് അവന്മാരാ, കമ്മറ്റിക്കാരി. അയ്യോ. മര്യാദയ്ക്ക് കാശ് ഇങ്ങോട്ട് ഇടും. അല്ല, എന്ന് പറഞ്ഞാ എങ്ങനെയാ ചേട്ടാ? കളി എന്റെ അടുത്ത് വേണ്ട. താൻ തിന്നിട്ടുണ്ടെങ്കിൽ കാശ് വാങ്ങാൻ ഈ സുരേന്ദ്രൻ അറിയാം. ഡേയ് ഹരി, ഗോപി, അല്ല, വാടാ അല്ല, ഇങ്ങോട്ട്. അതെ, ആൾക്കാരെ കുട്ടി നാറ്റിക്കരുത്. അങ്ങനെ വഴിക്ക് വാ. മര്യാദയ്ക്ക് എന്റെ കാശ് എടുക്കും. അതെ, നാളെ രാവിലെ കോവിലകത്തെ കുഞ്ചിയമ്മയുടെ വീട്ടിൽ വന്നാ മതി. കുഞ്ചിയമ്മയുടെ വീട്ടിൽ? ശരി, മോൻ പോ. ഞാൻ രാവിലെ അവിടെ എത്തിക്കോളാം. ഓ. കേട്ടാ?